ഒരിക്കൽ ഒരു ദൈവദാസൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞപ്പോൾ ശ്രോതാക്കളിൽ ഭൂരിഭാഗം പേരും അതിന് തയ്യാറല്ലായിരുന്നു. അതെ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ എന്ന് കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും നമ്മൾ മറക്കരുത്. ഇല്ലെങ്കിൽ നാം ദൈവത്തെക്കാളധികം സമ്പത്തിനെ സ്നേഹിക്കുന്നവരായി മാറാൻ സാധ്യതയുണ്ട്. പ്രിയരെ, സഭയിലെ വിശ്വാസികളുടെ കുടുംബാനുഗ്രഹത്തിനും സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടിയല്ല, മറിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നതിനും ജീവിതത്തിൽ ആത്മീയ ദാരിദ്ര്യം ഉണ്ടാകുന്നതിനും നാളേക്കായി വിചാരപ്പെടാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. എന്നാലേ ഭൗതിക ജീവിതത്തിൽ സംതൃപ്തിയും ആത്മീയ ജീവിതത്തിൽ അസംതൃപ്തിയും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കൂ.